പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെ തക്കാളി തൈയാണ്. ഏകദേശം 2 ആഴ്ച വളർച്ച വന്ന തക്കാളി തൈയാണിത്. തക്കാളി തൈ നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും കീടബാധ ഏൽക്കാതിരിക്കാനുമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രോ ബാഗ് നല്ല രീതിയിൽ അടിവളം കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. തക്കാളി തൈയിൽ കൂടുതലായിട്ട് ഫംഗസ് ബാധയും ഇലമഞ്ഞളിപ്പും എല്ലാം കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ചയിൽ 1-2 തളിച്ച് കൊടുക്കുന്നതും കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നതെല്ലാം നല്ലതാണ്. തക്കാളി പൂവിട്ട് തുടങ്ങാൻ ഏകദേശം 2 മാസത്തോളാവും. ഈ സമയത്താണ് നമ്മൾ കൂടുതൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കേണ്ടത്. കഞ്ഞിവെള്ളത്തിൽ ചാരം മിക്സ് ചെയ്ത് കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടുവാൻ സഹായിക്കും. തക്കാളിക്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു താങ്ങ് കൊടുക്കണം. അതിന് സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വേണം തക്കാളി തൈ നടുവാനായിട്ട്. തക്കാളി പൂവിട്ട് തുടങ്ങുന്ന ഈ സമയത്താണ് കൂടുതലായിട്ട് വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ സമയത്ത് നമ്മൾ മഞ്ഞൾ വിനാഗിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലൊക്കെ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പരിധി വരെ വെള്ളീച്ചയുടെ ആക്രമണം നമുക്ക് തടയാൻ സഹായിക്കും. അപ്പോൾ ഇത്തരം രീതിയിൽ നോക്കിയാൽ നമുക്ക് ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ തക്കാളി വിളവെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട്